ഹായ് ഫ്രണ്ട്സ്, ഈ സീരീസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ബാറ്ററികളെ കുറിച്ചാണ്. റീചാർജബിൾ ബാറ്ററികളുണ്ട്, സാധാ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം പലതരം ഡിവൈസുകളുണ്ട്. ആ പലതരം ഡിവൈസുകളിലും നമ്മൾ പലതരം ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ബാറ്ററികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ചാനലിനെ പരിചയപ്പെടുത്തി തരാം. ചാനലിൻ്റെ പേര് ഷിഹാബ് കോട്ടക്കൽ എന്നാണ്. ഷിഹാബ് കോട്ടക്കൽ എന്ന ചാനലിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ചും യൂട്യൂബേഴ്സ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഉള്ളത്. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. അതായത് ആ അപ്ഡേറ്റുകൾ വന്ന് ഉടനെ തന്നെ അദ്ദേഹം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സിന് വളരെയധികം ഉപകാരമാകുന്ന ഒരു ചാനലാണ് ഷിഹാബ് കോട്ടക്കൽ എന്ന ചാനൽ. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ലിങ്കിൽ പോയിട്ട് അദ്ദേഹത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ബാറ്ററികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ അവയുടെ റീചാർജബിൾ ബാറ്ററിയും അതേപോലെ ആ റീചാർജബിൾ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസും അതിൻ്റെ ഒരു റിവ്യൂ അതേപോലെ അൺബോക്സിങ് ആണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇൻഫർമേറ്റീവ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ എ ബാറ്ററികളാണ്. അതായത് നമ്മൾ പെൻസിൽ ബാറ്ററി എന്ന് പറയുന്ന ബാറ്ററിക്ക് ശരിക്കും പറയുന്ന പേര് ഡബിൾ എ ബാറ്ററി എന്നാണ്. അതിൻ്റെ തൊട്ട ചെറിയ ബാറ്ററിയാണ് ട്രിപ്പിൾ എ ബാറ്ററികൾ. ഇവ മെയിനായിട്ട് ക്യാമറകളിൽ അതേപോലെയുള്ള ഡിവൈസുകളിൽ ചില മൈക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ട്രിപ്പിൾ എ ബാറ്ററികൾ. ഇനി മറ്റൊന്നാണ് ഒരു 9 വോൾട്ട് ബാറ്ററി എന്ന് പറയുന്നത്. 9 വോൾട്ട് നമ്മുടെ മൾട്ടിമീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് 9 വോൾട്ട് ബാറ്ററി. ഇതിൻ്റെയും റീചാർജബിൾ ബാറ്ററി ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രിപ്പിൾ എ ബാറ്ററി അതേപോലെ ഡബിൾ എ ബാറ്ററി ഇവയൊക്കെ നമുക്ക് ക്യാമറകളിലും അതുപോലെയുള്ള ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവ റീചാർജബിൾ ബാറ്ററി ആണെങ്കിൽ ഒരുപാട് തവണ നമുക്ക് അത് റീചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ട്രിപ്പിൾ എ ബാറ്ററികളിൽ ആൽക്കലൈൻ ബാറ്ററികളാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ബാറ്ററികൾ. ആൽക്കലൈൻ ബാറ്ററികൾക്ക് സാധാ ബാറ്ററി അതായത് റീചാർജബിൾ അല്ലാത്ത ആൽക്കലൈൻ ബാറ്ററികൾക്ക് 30 രൂപ വരെയാണ് മാർക്കറ്റിൽ വില. എന്നാൽ ഒരു റീചാർജബിൾ ബാറ്ററിക്ക് വെറും 50 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തവണ റീചാർജ് ചെയ്ത് ആ ബാറ്ററി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് റീചാർജ് ചെയ്യാനുള്ള ഒരു ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചാർജർ റീചാർജബിൾ ബാറ്ററികൾ മാത്രം ചാർജ് ചെയ്യാനുള്ളതാണ്. ഒരേ സമയം 4 ഡബിൾ എ ബാറ്ററികളും 4 ട്രിപ്പിൾ എ ബാറ്ററികളും ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച 9 വോൾട്ട് റീചാർജബിൾ ബാറ്ററിയും ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസ് പല കമ്പനികളുടേതും ലഭ്യമാണ്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ തന്നെയാണ് നമുക്ക് ഈ ഡിവൈസ് ലഭിക്കുന്നത്. ഇതിന് 2 ഇൻഡിക്കേറ്ററുകൾ ചാർജിങ്ങിനായിട്ട് നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ 2 ബാറ്ററികൾക്ക് ഒരു ഇൻഡിക്കേറ്ററും റൈറ്റ് സൈഡിലെ 2 ബാറ്ററികൾക്ക് മറ്റൊരു ഇൻഡിക്കേറ്ററുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 9 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ്
അത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. 200 രൂപയ്ക്കുള്ളിലാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇതിൽ 2 AA ബാറ്ററികൾ ഒരുമിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ 14 മുതൽ 16 മണിക്കൂർ വരെ സമയമെടുക്കും. അതുപോലെ AAA ബാറ്ററികൾക്കും 9 വോൾട്ട് ബാറ്ററിക്കും 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ചാർജിംഗ് ടൈം.